അഫോർഡബിൾ പ്രൈസിലുള്ള ബഡ്ജറ്റ്ലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് റേസിംഗ് റിമോട്ട് കൺട്രോൾ കാറാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു ബോക്സിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. നല്ല കിടിലൻ ഐറ്റമാണ്. കാറിൻ്റെ ടയർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ല അടിപൊളി പിക്ചറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് 4 വീൽ ഡ്രൈവ് റാലി കാറാണ്. അവരിവിടെ പേ എഴുതിയിട്ടുണ്ട്. റോക്ക് റോളർ, റേഡിയോ കൺട്രോൾ ഫ്രീക്വൻസി, ഹൈ സ്ട്രെങ്ത് ഷോക്ക്, ഓവർ സൈസ് ടയർ, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 4+ ഏജ്, 4 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബോക്സിൻ്റെ അടിവശത്തായിട്ട് കാറിൻ്റെ കളർ പാറ്റേൺ എല്ലാം കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പ്ലസ് റെഡ്, അതുപോലെ ബ്ലൂ, ഗ്രീൻ, അങ്ങനെ 3 കളർ പാറ്റേണാണ് കാറിനുള്ളത്. അതുപോലെ ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. 3750. അതൊക്കെ കുറച്ച് തള്ളാണ്, നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി. പിന്നെ ഇവിടെ അഡാപ്റ്റർ ഉണ്ട്. അതുപോലെ 4.8 വോൾട്ടിൻ്റെ 700 mAh ഒരു ബാറ്ററി ഉണ്ട്. അത് രണ്ടും കൂടെ നേരിട്ടാണ് കണക്ട് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1.5ൻ്റെ 3 AA സൈസ് ബാറ്ററി ഉണ്ട് കേട്ടോ, റിമോട്ടിന് വേണ്ടി. അവരിവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് സംഭവങ്ങൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ, പക്ഷേ വണ്ടി മേടിച്ചേക്കണ മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. അതുപോലെ ഇവിടെയും അതിൻ്റെ വണ്ടിയുടെ പേരും ബ്രാൻഡഡും ഓഫ് റോഡ് കാറാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അടിയിലൊരു പാരഗ്രാഫ് പോലെ സംഭവങ്ങൾ കുറേ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നോട്ട് സൂട്ടബിൾ ഫോർ ചിൽഡ്രൻ അണ്ടർ 96 months, അതായത് 8 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് പറ്റില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അതിന് പെട്ടി പൊട്ടിച്ച് നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോവാണ്. പാക്കിംഗ് എല്ലാം അവർ നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കളർ കോമ്പിനേഷൻ നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും ലുക്ക് കിട്ടത്തക്ക രീതിയിലാണ്. റെഡ് വണ്ടിക്ക് മഞ്ഞ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് മറ്റൊരു ബോക്സും കൂടി ഉണ്ടോ. അതിൻ്റെ അകത്ത് നമ്മുടെ റിമോട്ട് ഉണ്ട്. അതുപോലെ കാറിലിടാനുള്ള ബാറ്ററി അത് ഒറ്റ യൂണിറ്റായിട്ട് പാക്ക് ചെയ്ത് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ചാർജിങ് അഡാപ്റ്റർ, നമ്മൾ ബാറ്ററി ഊരിട്ടാണ് കേട്ടോ ചാർജ് ചെയ്യാനുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് 3 AA സൈസ് ബാറ്ററി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിമോട്ടിലേക്ക് വേണ്ടിയുള്ള ബാറ്ററിയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബോക്സിൽ വരുന്നേക്കുന്ന ഐറ്റം. അപ്പോൾ നമ്മൾ കാറിൻ്റെ അടുത്ത് കാണിച്ചു തരാവേ. കാറിൻ്റെ അടിയിൽ നല്ല കേബിൾ ടൈയൊക്കെ ഇട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് ഓടിച്ച് നോക്കിയായിരുന്നു, അതിനുവേണ്ടി പൊട്ടിച്ചിട്ടുണ്ടായി. അപ്പോൾ പാക്കിങ് ഞാനത് കാണിക്കുന്നില്ല, നമ്മൾ വണ്ടി എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. വണ്ടിയുടെ മൊത്തത്തിൽ ഓവറോളൊന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വീല് കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വീലാണ്. നമ്മൾ എങ്ങനെ ഞെക്കിയാലും ഞങ്ങത്തക്ക രീതിയിലുള്ള നല്ല ഗ്രിപ്പുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വീലാണ്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളും വണ്ടി ഓടിക്കയറിക്കോളും. പോരാത്തിന് വണ്ടിക്ക് അത്യാവശ്യം നല്ല പവർ ഉള്ളതുകൊണ്ട് നല്ല കയറ്റമൊക്കെ കയറി നല്ല ഓഫ് റോഡായിട്ട് പോയിക്കോളും. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിലും അവിടെ വീൽ സൈസും അത് ഓവറോൾ സൈസിൽ വീലാണ് കുറച്ച് ഹൈലായിട്ട് കാണുന്നത്. അതുപോലെ അടിവശം നോക്കുമ്പോൾ ഒരു വയർ ഇങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ, ബാക്കിലേക്കും പോയിട്ടുണ്ട്, ഫ്രണ്ടിലേക്കും ഉണ്ട്. ഇതാണ് ഇവിടെ ബാറ്ററി ഇടുന്ന സ്ഥലം. ഇതാണ് അവിടെയാണ് ബാറ്ററി അറ്റാച്ച് ചെയ്യേണ്ടത്. വണ്ടിയുടെ ഫ്രണ്ടിലേക്കും നമ്മുടെ ബാറ്ററി എന്നുള്ള ലൈൻ പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും ഉണ്ട് മോട്ടറുകൾ. ഫ്രണ്ടിൽ 2 മോട്ടറാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കണം. നല്ല ഒരു കുഷനിങ്, സ്പ്രിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഹെവി സസ്പെൻഷനാണ്, അതായത് ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ നല്ല സസ്പെൻഷൻ നമുക്ക് ആവശ്യമാണ്. അതുപോലെ കാറിൻ്റെ ബോഡീനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു ഫ്രെയിം വെച്ചുള്ള ബോഡികളാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ശരിക്കും ഒരു റേസിംഗ് കാറിൻ്റെ മോഡലിൽ. അതുപോലെ പാടിയിലൊരു വീല് കൊടുത്തിട്ടുണ്ട് പുറകിൽ. അതും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, സ്റ്റെപ്പിനെയാണ്. പിന്നെ അതിൻ്റെ ഗ്രാഫിക്സ് അതോടെ എടുത്ത് പറയേണ്ട സംഭവം തന്നെ കേട്ടോ. കാര്യം നല്ല വൈറ്റും റെഡും ബ്ലാക്കും കൂടിയ കോമ്പിനേഷനാണ്. നല്ല ചെളിയൊക്കെ തെറിച്ച പോലത്തെ ഒരു റേസിംഗ് കാറിൻ്റെ ഒരു മോഡൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 മോട്ടറുണ്ട്, അതാണ് ഇത്രയും സൈസ് വരുന്നത് കേട്ടോ. അതുപോലെ ഫ്രണ്ടിലെ സസ്പെൻഷനും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങൊക്കെ വളരെ ആക്റ്റീവാണ്, ഹെവി സസ്പെൻഷനാണ് ശരിക്കും. നമ്മൾ മോളിൽ നിന്ന് പ്രസ് ചെയ്ത് നോക്കി തന്നെ അറിയാം, ഓരോ സൈഡ് വൈസും പ്രസ് ആവുന്നുണ്ട്. സെൻറ്ററിൽ നോക്കുമ്പോൾ സെൻട്രൽ വൈസിലും നല്ല സസ്പെൻഷനുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 700 mAh ബാറ്ററിയാണ്. നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റാണ് അതിൻ്റെ റണ്ണിങ് ടൈം പറയുന്നത്. 6 മണിക്കൂറോളം ചാർജ് ചെയ്യണം. ചാർജിങ് അഡാപ്റ്ററിലും അതുപോലത്തെ ഒരു പിന്നാണ്. അപ്പോൾ രണ്ടും കൂടി നേരിട്ടാണ് ചാർജ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളുണ്ട് ദോഷമുണ്ട്. ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ബാറ്ററി ഉണ്ടെങ്കിൽ കാർ ഓടിക്കുമ്പോൾ തന്നെ മറ്റേ ബാറ്ററി ചാർജ് ചെയ്യാം. ദോഷം പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് അഴിച്ചഴിച്ച് ചാർജ് ചെയ്യേണ്ടി വരും. അതാണ് ഗുണവും ദോഷവും. അപ്പോൾ നമ്മൾ നമ്മുടെ റിമോട്ടിലേക്കുള്ള AA സൈസ് ബാറ്ററി നമ്മൾ ആദ്യം ആഡ് ചെയ്യാണ്. റിമോട്ടിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ബാറ്ററി ഇടാനുള്ളത്. അപ്പോൾ റിമോട്ടിൻ്റെ ഓപ്ഷൻസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് കേട്ടോ. അത് ഓണായി കഴിഞ്ഞാൽ ഇത് പെയർ ആവുള്ളൂ. അതുപോലെ ഇത് ലെഫ്റ്റും റൈറ്റും ഇവിടെയാണ് തിരിച്ചെടുക്കാനുള്ളത്. അതുപോലെ ഫോർവേഡ് ബാക്ക്വേഡ് ഇതൊക്കെ ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. നല്ലൊന്ന് ഡീറ്റെയിൽ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററി ആദ്യം റിമോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ റിമോട്ട് കൺട്രോൾ കാർ മേടിക്കുമ്പോൾ റിമോട്ടിൽ ഇട്ടുന്ന ബാറ്ററി ഉണ്ടാവാറില്ല. നമ്മൾ റീചാർജ് ചെയ്യുന്ന ബാറ്ററി മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. ഇതിലത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓണാക്കുമ്പോൾ 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണായി സെറ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതുപോലെ കാറിൻ്റെ അടിയിലുള്ള ബാറ്ററി നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ടോ. അപ്പോൾ അതൊരു വലിയൊരു ബാറ്ററി ആയതുകൊണ്ട് തന്നെ വലിയൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അവിടെയും ഇതുപോലെ നമ്മുടെ അഡാപ്റ്ററിലെ പോലെ തന്നെ പിന്നാണ്. DC 4.8 വോൾട്ട് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററി അതിലേക്ക് ക്ലിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ശരിക്കും ബാറ്ററിയുടെ പവർ എന്ന് വെച്ചാൽ നമ്മളൊരു 5-6 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റാണ് വണ്ടി നമുക്ക് ഓടിക്കാൻ കിട്ടുള്ളൂ. കാര്യം അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള മോട്ടറുകളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. 3 മോട്ടറുകളാണ് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി ഓണാക്കുകയാണ്.
ഓണാക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു LED ബൾബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു കണക്കിന് നല്ലതാണ്, നമ്മളത് ഓണായി എന്ന് മനസ്സിലാവാനെങ്കിൽ ഉപകരിക്കുമല്ലോ. ഇനി നമുക്കത് റിമോട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫോർവേഡ്, ബാക്ക്വേഡ്, ലെഫ്റ്റ്, റൈറ്റ് എല്ലാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏതായാലും കാറിൻ്റെ സൗണ്ടൊക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് ഓടിച്ചു നോക്കാം, അതിൻ്റെ പെർഫെക്ഷൻ എങ്ങനെ ഇട്ട് നോക്കാം കേട്ടോ. റിമോട്ട് സെറ്റായിട്ടുണ്ട്, ഇനി ഓടിക്കാൻ പോവാണ്. അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരേ ലൈനിൽ അലൈൻമെൻറ്റൊക്കെ പക്കയുണ്ട്, ഒരേ ലൈനിൽ തന്നെ കിട്ടുന്നുണ്ട്. വണ്ടീനേക്കാളും ഉയരത്തിലുള്ള ഹമ്പുകൾ വരെ സിമ്പിളായിട്ട് ചാടിക്കടന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ചെറിയൊരു കയറ്റം കയറി പരിശോധിക്കുകയാണ്. വണ്ടി റിമോട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ തന്നെ ഗിയറിൽ സ്മൂത്തായിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ അതിൻ്റെ ഉയരം കുറച്ചും കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ അത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. എന്നാലും സാധനം കയറി പോകും. നമ്മുടെ ഷീറ്റിന് വീതി കുറവായതുകൊണ്ടാണ്. കുറച്ച് വീതി ഉണ്ടായിരുന്നെങ്കിൽ, സൈഡ് കവറായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കയറി പോയാൽ ഇടിച്ചിടിച്ച് നിൽക്കുന്നുണ്ട് സംഭവം. നല്ല പവറുള്ള മോട്ടറാണ്, അതുകൊണ്ട് തന്നെ ഓഫ് റോഡിന് പറ്റിയൊരു വണ്ടി അതിനാണ് കേട്ടോ. നമ്മൾ ഒരുമാതിരിപ്പെട്ട ഓഫ് റോഡെല്ലാം നമ്മളിതിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അത്യാവശ്യം ഉയരത്തിൽ കയറുമ്പോഴേ 3 വീലൊക്കെ വെച്ച് അത് 2 വീലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത് കയറി പോകുന്നുണ്ട്. ഓരോ വീല് പൊങ്ങിയാലും പ്രശ്നമില്ല, കാര്യം 4 വീൽ ഡ്രൈവ് ആണല്ലോ. പിന്നെ അതുപോലെ വലിയ വലിയ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ വീലിന് നല്ല ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് പുല്ല് വീലിൽ ചുറ്റിപ്പിടിക്കാനും ഉടക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഉടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി അവിടെ ചങ്ങലക്കിട്ട പട്ടീനെ പോലെ കിടന്ന് ഓടിക്കോളും. പിന്നെ നമ്മൾ ഇവൻ്റെ ലോങ് ഡിസ്റ്റൻസ് ഒന്ന് പരിശോധിക്കാൻ പോകണം കേട്ടോ. എത്രത്തോളം ദൂരത്തിലേക്ക് വണ്ടി ഓടി എത്തുമെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു പരീക്ഷണമാണ്. അത്യാവശ്യം നല്ല ലോങ് ഡിസ്റ്റൻസ് തന്നെ കിട്ടിയിട്ടോ. ഏകദേശം 20 മീറ്ററിന് മുകളിൽ ലെങ്ത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കയറ്റവും ചാട്ടമൊക്കെ നോക്കാനാണ് വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ളത്. ഓവറോൾ പെർഫോമൻസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു എമൗണ്ടിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മൾ കുറച്ച് ചെളിയുള്ള സ്ഥലത്തൊക്കെ ഓടിച്ച് നോക്കിയിട്ട് ചെളിയൊക്കെ തെറിപ്പിച്ച് ഓടുന്നുണ്ട് അത്യാവശ്യം. ഈ സാധനം പല രീതിയിൽ പല കമ്പനികളുടെ സാധനം ആമസോണിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചത് 1899 രൂപക്കാണ്. അപ്പോൾ പല വിലയിൽ ഉള്ളതിൽ നമ്മൾ അത്യാവശ്യം നല്ലത് നോക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ചതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കട്ട സപ്പോർട്ടോടെ കൂടെ നിൽക്കുക.